ഈ ഉള്ളിയും തക്കാളിയും കൈ പിടിച്ച് എന്താ സർക്കസ് എന്നല്ലേ, ബാ നമുക്ക് സാക്ഷിക ഉണ്ടാക്കാം. പിച്ചാത്തി കയ്യിലെടുത്തിട്ട് കുറച്ച് നാൾ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ എഴുതുന്ന പോലെ കാണിച്ചിട്ട് ഞാൻ ബാക്കി അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദെൻ ടേക്ക് ആ 2 തക്കാളിയിലെ 1 തക്കാളി അരിഞ്ഞ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങ് ജ്യൂസ് ആക്കി എടുക്കേണ്ട, എങ്കിലും ഒന്ന് അടിച്ചൊക്കെ എടുക്കുക. ദെൻ ടേക്ക് സം വെള്ളുള്ളി, ഇത് നമ്മൾ ഈ കല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് ഇടിക്കണം. പിന്നെ ബട്ടർ ആണ് വേണ്ടത്, അതില്ലാത്തത് കൊണ്ട് നമുക്ക് നെയ്യ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ആ വെളുത്തുള്ളി ഇടണം, പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളി ഇടാം. അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് ചട്ടുകം പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു. സമയം കിട്ടാത്തത് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്കിന് അടിച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് കൂടി ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ റെഡിയായി വന്ന സാധനത്തിന്റെ ഇടയ്ക്കോട്ട് കുറച്ച് കൂട്ടകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ അകത്തോട്ട് ഓരോ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കണം. ഞങ്ങൾ ഇവിടെ 3 പേരുള്ളത് കൊണ്ട് 3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നോട്ട് പോയിന്റ് കുറച്ച് നേരം. ബൈ ദ വേ ഞങ്ങൾ വെച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് മുട്ട ചെറുതായിട്ടൊന്ന് അധികം വെന്തിട്ടുണ്ടായിരുന്നേ. ഇത് പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ ചപ്പാത്തിന്റെ കൂടെയാണ് കഴിച്ചത്. എന്തായാലും അമ്മയ്ക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാം പൊതുവെ ഇഷ്ടപ്പെട്ടു.